നമസ്കാരം. ഒരു ആയുർവേദ പ്രോക്തമായ സുഭാഷിതം പങ്കുവെച്ചുകൊള്ളട്ടെ. ന അസംവൃത മുഖ കുര്യാത് ക്ഷുതി ഹാസ്യ വിജൃംഭണം നാസികാം ന വികുഷ്ണീയാത് നാകസ്മാത് വിലിഖേത് ഭുവം. അർത്ഥം കൂടി പറഞ്ഞേക്കാം. ക്ഷുതി, ഹാസ്യ, വിജൃംഭണം എന്നീ മൂന്ന് സംഗതികൾ. ക്ഷുതി എന്ന് വെച്ചാൽ തുമ്മുക, ഹാസ്യം പൊട്ടിച്ചിരിയാണ്, വിജൃംഭണം കൂട്ടുവായിടലാണ്. ഇവ മൂന്നും വാ പൊത്താതെ ചെയ്യരുത് എന്നാണ് നിർദ്ദേശം. അസംവൃത മുഖ ന കുര്യാത്, വാ പൊത്താതെ ചെയ്തുകൂടാ എന്ന്. മൂന്നാമത്തെ വരിയിൽ പറയും നാസികാം ന വികുഷ്ണീയാത്, മൂക്ക് പിടിച്ച് കൂട്ടുക അരുത്. അതിലെ ഉപസംഹാര വരി ഇങ്ങനെയാണ്: ന അകസ്മാത് വിലിഖേത് ഭുവം. ഭുവം അകസ്മാത് ന വിലിഖേത്, നിലത്ത് അകാരണമായി വെറുതെ കുത്തിക്കുറിക്കുക അരുത്. ഈ സുഭാഷിതത്തിന് നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ഗണികാവൃത്താന്തവുമായി എന്തു ബന്ധമാണുള്ളത്? ദേവസ്യാസാറ് എഴുതിയ ക്രിസ്തുഭാഗവതത്തിലെ ഫരിസേയ പ്രമുഖർ നമുക്കറിയാമല്ലോ. ഒരു പേർ പരാമർശിക്കാത്ത ഒരു സ്ത്രീയെ വ്യഭിചരിക്ക് പിടിക്കപ്പെട്ടവളെന്ന് പറഞ്ഞുകൊണ്ട് ജനമധ്യത്തു നിർത്തി ഈശോയോട് നീതിയെക്കുറിച്ച് സംസാരിക്കുന്ന ആ സംഭവവുമായി എന്ത് ബന്ധമാണുള്ളത്? നമുക്ക് വഴിയെ കാണാം. ഗുഡ്നസ് ടിവിയിലെ എല്ലാ മാന്യ പ്രേക്ഷകരെയും ഞങ്ങൾ ഭർഗോ ദേവസ്യ ധീമഹി എന്ന് പേരിട്ട് വിളിക്കുന്ന ക്രിസ്തുഭാഗവത ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എന്നത്തെയും പോലെ ഇന്നും നമുക്കൊപ്പം സണ്ണിയച്ചനുണ്ട്. ദേവസ്യാസാറിൻ്റെ ശിഷ്യനും സുഹൃത്തും സംസ്കൃത ഭാഷാസ്നേഹിയും കാഞ്ഞിരപ്പള്ളി രൂപതാംഗവും എൻ്റെ മാന്യ സുഹൃത്തുമായ സണ്ണി കുരുവിള മണിയാക്കുപാറ എന്ന സണ്ണിയച്ചനെ ഹാർദമായി ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ക്രിസ്തുഭാഗവതത്തിലെ തിരഞ്ഞെടുത്ത ശ്ലോകങ്ങൾ ഗാനാത്മകമായി പാടിത്തരാൻ അതുല്യ രാജേഷ് എന്ന 10ാം തരം വിദ്യാർത്ഥി നമുക്കൊപ്പമുണ്ട്. അതുല്യയെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അപ്പോൾ ഇവിടെ ഒരു സ്ത്രീ വ്യഭിചരിക്ക് പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ പരീശർ അവളെ ജനമധ്യത്തു നിർത്തുന്നത്. ആര് പിടിച്ചു എന്ന് പറയുന്നില്ല. ഞങ്ങളാൽ പിടിക്കപ്പെട്ടു എന്നല്ലല്ലോ അർത്ഥം. ആരോ പിടിച്ചു. അവിടെ ആ സംഗതി കാണാനിടയായ അവർ ഇത് ഈശോയ്ക്കെതിരെ പ്രയോഗിക്കാമല്ലോ എന്ന് തീരുമാനിച്ചു കാണും. അങ്ങനെ അനുമാനിച്ചുകൂടെയോ? അപ്പോൾ അവിടെ അവർക്ക് ആ സ്ത്രീയെ മാത്രമേ കിട്ടിയുള്ളൂ എന്നും വിചാരിക്കാം. കാരണം മോശയുടെ നിയമം അനുസരിച്ച് ഒരു സ്ത്രീ മാത്രമല്ല കുറ്റക്കാരി വ്യഭിചരിക്കുമ്പോൾ, തുല്യമായി പുരുഷനും കുറ്റക്കാരനാണ്. അപ്പോൾ അവർക്ക് ആ പുരുഷനെ കിട്ടിയിരുന്നുവെങ്കിൽ തീർച്ചയായും അവർ ആ പുരുഷനെ കൂടി മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയേനെ. ഇനി അവരാണ് വ്യഭിചരിക്കുക ആ സ്ത്രീയെ പിടിച്ചതെങ്കിൽ തീർച്ചയായിട്ടും അവർ ആ ക്രെഡിറ്റ് എടുത്തേനെ. ആർക്കും അവർ വിട്ടുകൊടുക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ സംഭവിച്ചത് അതല്ല എന്ന് വേണം മനസ്സിലാക്കുവാൻ, എന്ന് വേണം അനുമാനിക്കുവാൻ. അപ്പോൾ ഈ സംഗതി അവർ കാണാനിടയായി. അപ്പോൾ അവർ
തീരുമാനിക്കുകയാണ് ഇത് നമുക്ക് ഈശോയ്ക്കെതിരെ ഉന്നയിക്കാമല്ലോ, ഈശോയെ കൊടുക്കാനായിട്ട് നമുക്കിത് ഉപയോഗപ്പെടുത്താമല്ലോ എന്നവർ തീരുമാനിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെന്ന് നമുക്ക് ന്യായമായും അനുമാനിക്കാമല്ലോ. ഇത്രയും മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. അവിടെ ഈശോ കുനിഞ്ഞിരുന്ന എന്തോ നിലത്തു കുറിച്ചു എന്ന് പറയുന്ന ശ്ലോകമാണ് നമ്മൾ അവസാനത്തെ എപ്പിസോഡിൽ കണ്ടത്. അവർ വീണ്ടും ഈശോയോട് ആവർത്തിക്കുകയാണ്, അങ്ങെന്തു തീർപ്പ് കൽപ്പിക്കും എന്ന് വീണ്ടും ആവർത്തിച്ചപ്പോൾ ഈശോ തല ഉയർത്തിക്കൊണ്ട് നിവർന്നിരുന്നു കൊണ്ട് അവരോട് പറയുന്ന സംഭാഷണത്തോടു കൂടിയാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്ന ശ്ലോകം ആരംഭിക്കുന്നത്. അപ്പാപ്പോ യോസ്തി എന്നാരംഭിക്കുന്ന ഏറ്റവും പ്രസിദ്ധമായ ശ്ലോകങ്ങളിലൊന്ന്, ഏറ്റവും പ്രസിദ്ധമായ ആശയത്തോടു കൂടിയ ശ്ലോകങ്ങളിലൊന്ന് നമുക്കായി അതുല്യ ആലപിച്ചു തരും. അപ്പാപ്പോ യോസ്തി എന്നാരംഭിക്കുന്ന അടുത്ത ശ്ലോകത്തിലേക്ക്. അപാപോ യോസ്തി യുഷ്മാസു പ്രഥമം ക്ഷിപതു ഫലം സതസ്യാമേവ മുക്ത്വാസൗ മൃത്തികായാമധാലിഘത്. ഈശോ പറഞ്ഞു, യഹ യുഷ്മാസു അപാപഹ അസ്തി, ഏതൊരുവൻ നിങ്ങളിൽ പാപം ചെയ്യാത്തവനുണ്ടോ, സഹാ തസ്യാം പ്രഥമം ഉപലം ക്ഷിപതു, അയാൾ അവളെ ആദ്യത്തെ കല്ലെറിയട്ടെ എന്ന്. ഏവം ഉക്ത്വാ അഥാ അസൗ മൃത്തികായാം അലിഖത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും കുനിഞ്ഞിരുന്ന് മണ്ണിൽ കുറിച്ചുകൊണ്ടിരുന്നു. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആരോ അയാൾ കല്ലെറിയട്ടെ. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന അത് നമ്മുടെ സമൂഹത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ ഒരു ആപ്തവാക്യമാണ്. നമ്മളത് തൽസ്ഥാനത്തും അസ്ഥാനത്തുമൊക്കെ നമ്മളത് പ്രയോഗിക്കാറുമുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ഈശോ മൃത്തികയിൽ കുറിച്ചത്, മണ്ണിൽ കുറിച്ചത് എന്നത് ഒരു ചർച്ചാ വിഷയമാണ്. പല സംഗതികൾ പലരും പറയാറുണ്ട്. ദേവസ്യാസാർ തന്നെ അത് കുറിച്ചിട്ടുണ്ട്. അത് അവരുടെ പേരുകളാണ് ഈശോ കുറിച്ചത് എന്ന്. ബൈബിളിൽ പറയുന്നില്ല ഇവർ ഈശോ എന്തെഴുതി എന്ന് കണ്ടു എന്ന് ബൈബിളിൽ പറയുന്നില്ല. ദേവസ്യാസാർ അത് പറയുന്നുണ്ട്, നമുക്കതിലേക്ക് വരാം. ബൈബിളിൽ അത് പറയുന്നില്ല. അവരത് കണ്ടേച്ചാണ് അവർ അവിടെ നിന്ന് പോയതെന്നല്ല പറയുന്നത്. രണ്ട്, എന്തു കുറിച്ചു എന്നതിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം അവിടെ കുറിച്ചത് അവരുടെ പേരുകളാണ് എന്ന്. ചിലർ പറയുന്നു അല്ല, അവർ ആരൊത്ത് വ്യഭിചരിച്ചുവോ ആ സ്ത്രീകളുടെ പേരുകളാണ് എന്ന്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും സാങ്കത്യമുണ്ടോ? കാരണം ഈശോ കുനിഞ്ഞിരുന്ന് ഇത്രയും പേരുടെ പേരുകൾ എഴുതാനുള്ള ഒരു സാഹചര്യമുണ്ടോ അവിടെ എന്നൊരു ചോദ്യമുണ്ട്. പിന്നെ ഈശോ ആ സ്ത്രീകളുടെ പേരുകൾ എഴുതുമോ, അതിലും എന്തെങ്കിലും സാങ്കത്യമുണ്ടോ എന്നത് സംശയമാണ്. ഇതൊന്നും ഈശോയുടെ ജ്ഞാനദൃഷ്ടിക്ക് വെളിപ്പെടാത്തവയല്ല. തീർച്ചയായും ഈശോയ്ക്ക് ഇതൊക്കെ എഴുതാൻ പറ്റും. പക്ഷേ ഈശോ അത് ചെയ്യുമോ എന്നത് എന്നെ കുഴയ്ക്കുന്ന ഒരു ചോദ്യമാണ്. അതിലൊരു സാങ്കത്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഇത് വായിക്കുന്ന പലർക്കും തോന്നുകയില്ല എന്നും എനിക്ക് തോന്നുന്നു. അവിടെ പിന്നെ ഈശോ എന്തായിരിക്കും കുറിച്ചത് എന്നൊരു ചോദ്യം. ഞാൻ അതിനാണ് ആമുഖത്തിൽ ഒരു ആയുർവേദ പ്രോക്തമായ സുഭാഷിതം പറഞ്ഞത്. അതിൽ 4ാമത്തെ വരി ഇങ്ങനെയാണ്, ന അകസ്മാത് വിലിഖേത് ഭുവം എന്ന്. ആയുർവേദം പറയുന്നു ഈ വെറുതെ നിലത്ത് കുത്തി കുറിക്കരുത് എന്ന്. ഇവിടെ ഈശോ ചെയ്തത് നിലത്ത് കുത്തിക്കുറിക്കുകയാണ്, പക്ഷേ അത് അകാരണമായി കുത്തിക്കുറിക്കരുത് എന്നുമുണ്ട്. ഇവിടെ സകാരണമായിട്ടാണ് കുത്തിക്കുറിച്ചത് നമുക്ക് വ്യാഖ്യാനിക്കാം. എനിക്ക് തോന്നുന്നു, ഒന്ന് ഓർത്താൽ ഇവിടെ മൊത്തം ഒരു വ്യർത്ഥതയല്ലേ? ഈശോ ആ ഒരു വ്യർത്ഥതയാണോ അവിടെ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം? കാരണം ഈ ഒരു സംഭവം കൊണ്ട് ആർക്കെന്തു നേട്ടമുണ്ടായി? ഇവിടെ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നാണല്ലോ ഈശോ പറയുന്നത്. തുടർന്നവർ എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാമല്ലോ. അവരുടെ കയ്യിൽ നിന്ന് കല്ല് ഊർന്ന് താഴെ വീണു. അവർ അവിടെ നിന്ന് പോയി കളഞ്ഞു. എന്നിട്ട് ഈശോ ചോദിക്കും, നിവർന്നിരുന്ന് ചോദിക്കും, ആരും നിന്നെ വിധിച്ചില്ലേ? ഇല്ല, ആരും എന്നെ വിധിച്ചില്ല. ഞാനും നിന്നെ വിധിക്കുന്നില്ല, നീ പോയിക്കോളൂ, മേലാൽ പാപം ചെയ്യരുത്. ഇങ്ങനെയാണല്ലോ ഈ അധ്യായം അവസാനിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട്, ഇവിടെ മാനസാന്തരമുണ്ടോ? ഈ മഗ്ദലന മറിയം അവരെ സംബന്ധിക്കുന്ന അധ്യായത്തിൽ തീർച്ചയായും മാനസാന്തരമുണ്ട്. അവിടെ ഒരു കുറ്റബോധമുണ്ട്, മാനസാന്തരമുണ്ട്. അങ്ങനെ പല അധ്യായങ്ങളിലും പല സംഭവങ്ങളിലും മാനസാന്തരം എന്ന ആശയം തീർച്ചയായിട്ടുമുണ്ട്, പശ്ചാത്താപമുണ്ട്. പക്ഷേ എവിടെ പശ്ചാത്താപം? ആർക്കു പശ്ചാത്താപം? ഇവിടെ ആ സ്ത്രീ മാനസാന്തരപ്പെടുന്നുണ്ടോ? ഇല്ല. നിന്റെ പാപം പുറത്തിരിക്കുന്നുവെന്ന് ഈശോ പറയുന്നില്ല. മഗ്ദലന മറിയത്തോട് പറയുന്നുണ്ട്, നിന്റെ പാപമെല്ലാം പുറത്തിരിക്കുന്നു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നീ സമാധാനത്തോടു കൂടി പോവുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശോ അവരെ പറഞ്ഞിരിക്കുന്നത്. അത്തരം വാചകമൊന്നുമില്ല ഇവിടെ. നീ മേലാൽ പാപം ചെയ്യരുത് എന്ന്
കേവലം പറഞ്ഞുകൊണ്ട് അവരെ പറഞ്ഞിരിക്കുകയാണ്. ഇത് പറയുമ്പോൾ ഈശോയ്ക്കും ഉറപ്പൊന്നുമില്ല അവൾ പാപം ചെയ്യുകയില്ലെന്ന്, അവർക്കും ഉറപ്പില്ല താൻ പാപം ചെയ്യുകയില്ലെന്ന്. ഇത് വായിക്കുന്നത് നമുക്കും ഉറപ്പില്ല അവൾ പാപം ചെയ്യുകയില്ലെന്ന്. കാരണം അവിടെ മാനസാന്തരപ്പെട്ടിട്ടില്ല, അവിടെ മാനസാന്തരമില്ല എന്നതാണ് കാരണം. അവിടെ ഒരു കുറ്റബോധമില്ല, അതാണ് കാരണം. അതുപോലെ അതേപോലെ ഫരിസേയരിലും കുറ്റബോധമുണ്ടോ? അപ്പോൾ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് ഈശോ പറയുമ്പോൾ കല്ലുകൾ ഊർന്ന് താഴെ വീണു, അവർ അവിടെ നിന്ന് പോയി കളഞ്ഞു എന്ന് പറയുമ്പോൾ തങ്ങളും പാപികളാണല്ലോ, അതുകൊണ്ട് തങ്ങൾക്ക് അവളെ കല്ലെറിയാനുള്ള ഒരു ധാർമ്മിക അവകാശം തങ്ങൾക്കില്ലല്ലോ എന്നോർത്താണ് അവർ പോയത് എങ്കിൽ അവിടെ കുറ്റബോധമുണ്ട്, മനസാന്തരമുണ്ട്. അത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? കാരണം തുടർന്ന് ബൈബിളും പറയും, ദേവസ്യ സാറും പറയും, ഈശോയെ കൊടുക്കാൻ വേണ്ടി അവർ തുടർന്നും പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടിരുന്നുവെന്ന്. അപ്പോൾ അവിടെയും മനസാന്തരമില്ല. പിന്നെ എന്താണ് അവരെ പോകാൻ പ്രേരിപ്പിച്ചത്? എനിക്ക് തോന്നുന്നു അത് ഈശോ കുനിഞ്ഞിരുന്ന് എഴുതിയില്ലേ, ആ എഴുത്തിലുണ്ടായിരിക്കണം അത്. ഞാൻ കൂടുതൽ വ്യക്തമാക്കാം. ഇവിടെ പാപം എന്ന വാക്കാണല്ലോ വെച്ച്, പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്നല്ലേ. ഇവിടെ ഫരിസേയ പ്രമുഖർ, പരീശർ, അവർ ധർമ്മത്തിൻ്റെ വക്താക്കളല്ല, നിയമത്തിൻ്റെ വക്താക്കളാണ്. അവർ നീതിമാന്മാരാണ്. ഒരു ജഡ്ജിയെ സംബന്ധിച്ച്, ഒരു ന്യായാധിപനെ സംബന്ധിച്ച് പാപം എന്നതുകൊണ്ട് അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? പാപം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പുണ്യത്തിൻ്റെ വിരുദ്ധ പദമല്ലല്ലോ, പിന്നെയോ നിയമലംഘനമാണ് ഒരു ജഡ്ജിയെ സംബന്ധിച്ചും ഈ ഫരിസേയ പ്രമുഖരെ സംബന്ധിച്ചും പാപമാവുക. അല്ലാതെ അവരെ സംബന്ധിച്ച് ധർമ്മവിരുദ്ധതയല്ല അവരെ സംബന്ധിച്ചു പാപം. അപ്പോൾ ഇവിടെ നിയമവിരുദ്ധമായ സംഗതിയാണ് അവർ ചെയ്തു കൂട്ടിയത് എന്ന് ദ്യോതിപ്പിക്കുമാറായിരിക്കുമല്ലോ ചിലപ്പോൾ ഈശോ താഴെ കുനിഞ്ഞിരുന്ന് മണ്ണിൽ എഴുതിയത്. അത് ഈ ആശയം എങ്ങനെ കിട്ടി എന്ന് വെച്ചാൽ രണ്ടു സംഗതികളുണ്ട്. ഒന്ന്, ദേവസ്യ സാർ എഴുതിയ ഒരു വാക്ക് തൽലിഖിതം ദൃഷ്ടുവ എന്ന്. അത് എന്തെഴുതിയോ അത് കണ്ടേച്ചാണ് പരീശർ അവിടെ നിന്ന് പോയി കളഞ്ഞത് എന്ന് ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട്. ബൈബിളിലില്ല. ബൈബിളിൽ ഈശോ എന്തെഴുതി എന്നത് അവർ നോക്കുന്നേയില്ല. ഈ വാക്കുകൾ കേട്ടപ്പോൾ അവർ അവിടെ നിന്ന് പോയി കളഞ്ഞുവെന്നാണ്. നോക്കുന്നില്ല എന്ന് പറയുമ്പോൾ നോക്കിക്കൂടായികയില്ലല്ലോ, കാരണം എല്ലാം അടുത്തടുത്താണ്, അവർക്ക് നോക്കിക്കൂടായികയില്ല. അപ്പോൾ ബൈബിൾ പറയാത്തത് ദേവസ്യ സാർ കണ്ടെത്തി പറഞ്ഞു എന്ന് പറയുക അത് അത്രയും അനുചിതമാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. തൽലിഖിതം അടുത്ത പദ്യത്തിൽ ഉള്ള ഒരു ആശയമാണ് ഞാൻ പറയുന്നത്, വാക്കുകളാണ് ഞാൻ പറയുന്നത്. തൽലിഖിതം ദൃഷ്ടുവ, ആ എഴുതിയത് കണ്ടിട്ടാണ് കല്ലുകൾ ഊർന്ന് താഴെ വീഴുകയും അവർ അവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്യുന്നു. ഇത് ഒന്നാമത്തെ ആശയം. രണ്ടാമത്തേത്, ഈശോ കുനിഞ്ഞിരുന്ന കൈവിരൽ കൊണ്ട് മൃത്തികയിൽ മണ്ണിൽ എഴുതി എന്നത് നമ്മെ മറ്റൊന്ന് ഓർമ്മിപ്പിക്കുന്നില്ലേ? മോശയുടെ ഈ 10 കൽപ്പനകൾ ദൈവം എഴുതിയത് കൈവിരൽ കൊണ്ട് കല്ലിൽ എഴുതിയെന്നല്ലേ ബൈബിളിൽ പറയുന്നത്? അപ്പോൾ അവിടെ എഴുതിയത് നിയമമല്ലേ? അത് ഓർമ്മിപ്പിക്കുകയല്ലേ ചെയ്യുന്നത് ഈശോ തൻ്റെ കൈവിരൽ കൊണ്ട് മണ്ണിൽ എഴുതി എന്നത്? ഒട്ടേറെ സാധ്യതകളുണ്ട് ഈ അധ്യായത്തിൽ. അത് ബൈബിൾ സംബന്ധിയാണെങ്കിലും ദേവസ്യ സാർ ബൈബിളിൽ നിന്ന് എടുത്ത് ഇതിൽ എഴുതുമ്പോൾ ഇത് വായിക്കുമ്പോഴാണെങ്കിലും ഒട്ടേറെ സാധ്യതകൾ മുമ്പിൽ തുറന്നു കിടക്കുകയാണ്. ഒട്ടേറെ ആശയങ്ങൾ രൂപപ്പെട്ടു വരികയാണ്. എനിക്ക് തോന്നുന്ന ആശയം ഞാൻ പങ്കുവെക്കട്ടെ. ഇവിടെ ഈശോ എന്തായിരിക്കും എഴുതിയത്? ആദ്യം പറഞ്ഞ പഴമക്കാർ പറയുന്നതിന് നമുക്ക് അസംഭാവ്യമല്ല. ഈശോയ്ക്ക് ജ്ഞാനദൃഷ്ടിയുണ്ട്. തീർച്ചയായിട്ടും ഈശോയ്ക്ക് ഇവരിൽ ഓരോരുത്തരെ കുറിച്ചും അറിയാം. അവരുടെ പേരുകൾ ഈശോയ്ക്ക് കുറിക്കാനാകും, ഈ വ്യഭിചരിച്ചവരുടെ പേരുകൾ കുറിക്കാനാകും, ഇവർ ആരൊത്ത് വ്യഭിചരിച്ചുവോ ആ സ്ത്രീകളുടെ പേരുകളും ഈശോയ്ക്ക് കുറിക്കാനാകും. പക്ഷെ അതിൽ സാങ്കത്യമില്ല, ഔചിത്യമില്ല എന്നാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത്. അപ്പോൾ എന്തായിരിക്കാം? ആ വാദഗതി ശരിവെക്കുകയാണെങ്കിൽ ഈശോ എഴുതിയത് അവിടെ നിയമത്തെക്കുറിച്ചായിരിക്കും. കാരണം ഫരിസേയർ അവിടെ പ്രവർത്തിച്ചത് നിയമവിരുദ്ധമായിട്ടാണ്, നിയമാവിരുദ്ധമായിട്ടല്ല. അതായത് മോശയുടെ നിയമമനുസരിച്ച് വ്യഭിചരിക്കപ്പെടുന്ന ഒരു സ്ത്രീയോടൊപ്പം തന്നെ ആ പുരുഷനും കുറ്റക്കാരനാണ്. ആ പുരുഷനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയില്ല. അപ്പോൾ അവിടെ അവർ നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ അവരുടെ വാദം വിലപ്പോവില്ല എന്ന് സൂചിപ്പിക്കുമാറായിരിക്കണം എന്നെനിക്ക് തോന്നുന്നു ഈശോ അവിടെ കുറിച്ചത്. അതായത് മോശയുടെ നിയമം അവിടെ വിശദീകരിച്ച് എഴുതുകയാണ് ഈശോ ചെയ്തത് എന്ന് എനിക്ക് തോന്നുന്നുവെന്ന്. അപ്പോൾ ഈ വ്യഭിചരിക്കരുത് എന്നാണല്ലോ ഈ 10 കൽപ്പനകളിൽ ഒന്ന്. അതിൻ്റെ വിശദീകരണമായി കൂടെയോ ഈശോ താഴെ കുനിഞ്ഞിരുന്ന മണ്ണിൽ എഴുതിയത്? അപ്പോൾ അവരുടെ ദൃഷ്ടിയിൽ അതാണ് പാപം. അപ്പോൾ അവർ പാപികളുമാണ് ആ ദൃഷ്ടിയിൽ. കാരണം അച്ഛൻ പറഞ്ഞതുപോലെ പാപം എന്നത് അവരെ സംബന്ധിച്ച് നിയമവിരുദ്ധതയാണ്.
തങ്ങൾ പ്രവർത്തിച്ചത് നിയമവിരുദ്ധതയാണ്, അത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു എന്നായപ്പോൾ അവർ അവിടെ നിന്ന് കല്ലുകൾ താഴെയിട്ട് ഓടിക്കളഞ്ഞു എന്നെടുത്താലോ? ഇത് എനിക്ക് തോന്നിയ ഒരു ആശയമാണ്. അത് സാറ് പറഞ്ഞത് യുക്തിപരമായിട്ട് ശരിയാണ്, യുക്തിഭദ്രമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം നിയമത്തെ നിയമം കൊണ്ട് തന്നെ ക്രിസ്തു നിശബ്ദമായിട്ട് നേരിട്ടെന്നാണ് സാറ് പറഞ്ഞത്. അത് നമുക്ക് റീസണബിളായിട്ടാണ് തോന്നുന്നത്. പക്ഷേ നമ്മൾ ബൈബിൾ പണ്ഡിതന്മാർ പറയുന്ന വേറൊരു ആംഗിളാണ്. അപ്പം ഈ ആംഗിള് ഒരു പുതിയ ആംഗിളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് യുക്തിസഹജമായിട്ടുള്ളൊരു വാദമാണ്. അത് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്നൊരു ഇൻ്റർപ്രിട്ടേഷനാണ്. പക്ഷേ ബൈബിൾ പണ്ഡിതർ സാധാരണ കൊടുക്കുന്ന ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ഈ ക്രിസ്തു നമ്മുടെ എല്ലാവരുടെയും സാധാരണ നമ്മൾ കൊടുക്കുന്ന കൂടുതൽ പ്രചാരത്തിലുള്ള ഒരു വ്യാഖ്യാനമുണ്ടല്ലോ. അതായത് എല്ലാവരും ഭാവികളാണ്, പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭാവികളാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്വയം വിധിക്കുന്ന കാര്യം. കർത്താവ് പറഞ്ഞത് എന്താ, ഈശോ എന്താണ് അവളോട് പറഞ്ഞത്? ഞാൻ നിന്നെ വിധിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അവളെ തന്നെ വിധിക്കുക, അത് കഴിഞ്ഞിട്ട് നേരായ രീതിയിൽ പോവുക. അപ്പോൾ സ്വയം വിധിക്കുകയാണ് ചെയ്യേണ്ടത്. മറ്റുള്ളവർ വിധിക്കുന്നേക്കാളും നല്ലത് നമ്മുടെ ഇന്നറായിട്ടുള്ള ഒരു സെൽഫ് എക്സാമിനേഷൻ. നമ്മൾ പുറത്തോട്ട് മറ്റുള്ളവരുടെ തെറ്റുകൾ നോക്കിയിരിക്കുക, നമ്മുടെ തെറ്റുകൾ അകത്തോട്ട് നോക്കി നമ്മളെ തന്നെ വിലയിരുത്തി മുന്നോട്ട് നീങ്ങാനാണ്. അത് ഏറ്റവും ആരോഗ്യകരമായ ഒരു കൊയേഴ്സീവായിട്ടല്ല അവിടെ വരുന്നത്, ഒരു സമ്മർദ്ദം കൊണ്ടല്ല, സ്വയമായിട്ടുള്ള ഒരു തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് ഒരാൾ നല്ല വഴിയെ നടക്കുന്നു. അപ്പോൾ അതാണ് ക്രിസ്തു അവളോട് പറഞ്ഞു, ഞാൻ നിന്നെ വിധിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം പാപം ചെയ്യരുതെന്നും പറഞ്ഞു. അതും വലിയൊരു കാര്യമല്ലേ. അവൾ പാപം ചെയ്ത പിന്നെ മാനസാന്തരപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പിന്നീടുള്ള ചരിത്രമൊന്നും അറിയത്തില്ല. എങ്കിലും ക്രിസ്തു അവിടെ ഹൃദയത്തെ അവിടെ ക്രിസ്തുവിൻ്റെ ഒരു ഗ്രേസ് അവിടെ അനുഭവിക്കുന്നുണ്ട്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. കാരണം എല്ലാം കൊല്ലേണ്ടത് അവളെ. ആ വ്യഭിചാരിയെ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയില്ലേ. അവിടെ വന്ന് കൊല്ലാൻ പറഞ്ഞാൽ നീ കൊല്ലുന്നത് ശരിയാന്ന് പറഞ്ഞായിരുന്നെങ്കിലും, ക്രിസ്തു കൂടെ പറഞ്ഞായിരുന്നെങ്കിലും. അപ്പോൾ അവിടെ മരണവക്രത്തിൽ നിന്ന് രക്ഷിച്ചു. അപ്പം ഈ ക്രിസ്തുവിൻ്റെ ഒരു ഗ്രേസ്, ഒരു കൃപ അല്ല, അവിടെ സ്വയം രക്ഷപ്പെടുകയും കൂടിയാണ്. ആ സ്ത്രീയെ രക്ഷപ്പെടുത്തുക മാത്രമല്ല, ഈശോ അവിടെ സ്വയം രക്ഷപ്പെടുക കൂടി. സ്വയം രക്ഷപ്പെടുക എന്നല്ല, വിജയകരമായി രക്ഷ. അതെ. അപ്പോൾ തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് അവിടെ ഈശോ തൻ്റെ ആത്മരക്ഷയും കൂടി നോക്കി, ഒപ്പം അവളെയും രക്ഷിച്ചു. അങ്ങനെ രണ്ടുപേർ അവിടെ. സാറ് പറഞ്ഞ രീതിയിലാണെങ്കിലും നമ്മൾ സാധാരണ കൊടുക്കുന്ന ഇൻ്റർപ്രിട്ടേഷൻ അനുസരിച്ചാണെങ്കിലും ക്രിസ്തു വളരെ സമർത്ഥമായിട്ട് മറ്റേ നിയമത്തെ നിയമം കൊണ്ട് സാറ് പറഞ്ഞ പോലെയാണ്. നിയമം കൊണ്ട് നിയമം പറഞ്ഞു ഇവിടെ വന്നിരിക്കുന്നു, ഞാൻ നിയമം എഴുതി കാണിക്കാമെന്ന് പറഞ്ഞ് സാറ് പറഞ്ഞതുപോലെ ഒരു മാനസാന്തരമല്ല, നിയമവ്യവസ്ഥയുടെ പശ്ചാത്തലത്തിൽ അവരും തെറ്റുകാരാണെന്ന് മനസ്സിലാക്കി, നിയമവ്യവസ്ഥയിൽ തെറ്റുകാരാണെന്ന് മനസ്സിലാക്കി അവർ പോയി. അപ്പം ബൈബിൾ അനുസരിച്ച് ബൈബിളിലെ മറ്റ് തീമുകളുമായിട്ടെല്ലാം കണക്ട് ചെയ്യുമ്പോഴത്തേനും ആ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഒരു സുവിശേഷത്തിൻ്റെ മറ്റ് ചില ലക്ഷ്യങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേനും അതിനോട് ഇണങ്ങിപ്പോകത്തില്ല. ഇതിന് വേറെ ചില ലക്ഷ്യവും കൂടെ ഇതിന് ശേഷമുണ്ട്. അതായത് ഇവർ ഈ തെറ്റുകളിൽ നിന്ന് മനസ്സിലാക്കി മാറിയാലേ ക്രിസ്തു നൽകുന്ന ഗ്രേസ് അല്ലെങ്കിൽ കൃപ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പം ക്രിസ്തുവിൻ്റെ കൃപയ്ക്ക് എതിരെ നിൽക്കുന്നത് ഈ തെറ്റാണ്. അപ്പം തെറ്റിൽ നിന്നുള്ള പിന്മാറ്റം വളരെ അത്യാവശ്യമാണെന്നുള്ള ഒരു കാര്യവും കൂടെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അച്ഛാ, തൊട്ടടുത്ത ശ്ലോകത്തിലാണ് നമ്മൾ പറഞ്ഞ കാര്യം വരുന്നത്. അതായത് അത് കണ്ടിട്ട്, ബൈബിളിൽ അങ്ങനെ ഇല്ലല്ലോ, ഫരിസേയർ അത് എന്തെഴുതി എന്ന് നോക്കിക്കണ്ടുവത്രേ. അത് കണ്ടേച്ചാണ് അവർ അവിടെ നിന്ന് ഉത്തരം മുട്ടി കല്ലുകൾ കയ്യിൽ നിന്ന് ഊർന്ന് വീഴവേ അവർ അവിടെ നിന്ന് പോയി കളഞ്ഞത്. അതുകൂടി നമുക്ക് നോക്കാം. നമുക്കായ തുല്യ ആലപിച്ചു തരും അടുത്ത ശ്ലോകത്തിലേക്ക്. ദൃഷ്ട്വാ തല്ലിഖിതം ശ്രുത്വാ. ദൃഷ്ട്വാ തല്ലിഖിതം ശ്രുത്വാ നിർണയം നിശിതം ഗുരോഃ നിരുത്തരാ നിര്യയുസ്തേ സ്രസ്തപാഷാണപാണയഃ. ഇവിടെ നിര്യയുഹു എന്നാണ് അവിടെ ക്രിയാപദം. കടന്നു കളഞ്ഞു, അവിടെ നിന്ന് പോയി കളഞ്ഞു എന്ന ഈ ഫരിസേയർ. നിരുത്തരാഹ, ഉത്തരം മുട്ടി അവർക്ക്. സ്രസ്ത പാഷാണ പാണയഃ, കയ്യിൽ നിന്ന് കല്ല് വഴുതി വീണു. അവർ പോലും അറിയാതെ കല്ലുകൾ കയ്യിൽ നിന്ന് വഴുതി വീണുവത്രേ എന്ന് സൂചിപ്പിക്കുന്ന ഒരു വലിയ വാക്കാണത്. സ്രസ്ത പാഷാണ പാണയഃ. അല്ലാതെ കല്ലുകൾ താഴെ ഇട്ടിട്ട് പോയി എന്നൊരു സാമാന്യമായ പ്രയോഗമല്ല. കല്ലുകൾ ഊർന്ന് വീഴവേ അവർ അവിടെ നിന്ന് പോയി കളഞ്ഞുവെന്ന്. ഇവിടെ ഞാൻ പറഞ്ഞ സംഗതി തല്ലിഖിതം ദൃഷ്ട്വ, അതാണ് തുടക്കം. അവിടെ എഴുതിയത് കണ്ടിട്ടും. ഗുരോഹോ നിശ്ചിതം നിർണയം ശ്രുത്വ, ഗുരുവിൻ്റെ നിശ്ചിതമായ ഒരു വിധിയാണത്, നിശ്ചിതമായ വിധിയാണ്. അത് കേട്ടിട്ടും തേ ഫരിസേയാഹ, ആ ഫരിസേയർ അവർക്ക് ഉത്തരം മുട്ടി. അവർക്കൊന്നും പറയാനില്ല. ഉത്തരം മുട്ടിക്കൊണ്ട് അവർ കല്ലുകൾ
കയ്യിൽ നിന്ന് ഊർന്നു വീഴവേ അവർ അവിടെ നിന്ന് കടന്നു കളഞ്ഞു എന്ന് പറയുന്ന ഒരു ശ്ലോകമാണ്. ഇവിടെ തല്ലിഖിതം ദൃഷ്ടുവ എന്ന് എന്തുകൊണ്ടായിരിക്കണം ദേവസ്യ സാറ് ബൈബിളിൽ കാണാത്ത ഒരു സംഗതി എഴുതിയത്? അവിടെ നിയമത്തെക്കുറിച്ചായിരിക്കും. വ്യഭിചരിക്കരുത് എന്ന ആ 10 കമാൻഡ്മെൻറ്റ്സിലെ 10 കൽപ്പനകളിലെ ഒരു കൽപ്പനയാണല്ലോ അത്. അതിൻ്റെ വിശദീകരണമായിക്കൂടെയോ ഈശോ ഇവിടെ എഴുതിയത്? അവരെ സംബന്ധിച്ച് അത് വലിയ പാപവുമാണ്. അങ്ങനെ അവരെ സംബന്ധിച്ച് നിയമവിരുദ്ധതയാണ് പാപം, നിയമവിരുദ്ധതയാണ് അവർ അവിടെ ചെയ്തു കൂട്ടിയത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ അവിടെ നിന്ന് പോയി കളഞ്ഞത് എന്ന് പറയുകയാവും കൂടുതൽ സാങ്കത്യം അതിനാണ് എന്നെനിക്ക് തോന്നുന്നു. അതാണ് ഇവിടെ ഈ ആശയം നിങ്ങളുമായി പങ്കുവെച്ചത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ തല്ലിഖിതം ദൃഷ്ടുവ എന്ന് പറഞ്ഞില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്നറിയാമോ? ലിഖിതം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. ഒരു സാറിന്റെ നിരീക്ഷണം പറഞ്ഞു, നിരീക്ഷണം പറയുക, അത് അസ്ഥാനത്തൊന്നുമല്ല, നമുക്ക് അങ്ങനെ ചിന്തിക്കാവുന്ന ഒരു പോയിന്റ് ഓഫ് അതെ അതെ. ഇനി അഥവാ അവർ അത് എഴുതിയത് കണ്ടില്ല എന്നിരിക്കട്ടെ, ബൈബിളിൽ കണ്ടുവെന്നും പറയുന്നില്ല, കണ്ടില്ലെന്നും പറയുന്നില്ലല്ലോ. എഴുതിക്കൊണ്ടിരുന്നു, ഈശോ എഴുതിക്കൊണ്ടിരുന്നു. അവർ ഈ ഫരിസേയർ അത് കണ്ടുവെന്നും പറയുന്നില്ല, കണ്ടില്ലെന്നും പറയുന്നില്ല. ദേവസ്യ സാറിൻ്റെ കണ്ടുപിടുത്തമാണ് അവർ അത് കണ്ടുവെന്നത്. ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു ആശയം, ഇനി തല്ലിഖിതം ദൃഷ്ടുവായി നിന്ന് ദേവസ്യ സാർ എഴുതിയില്ല എന്നിരിക്കട്ടെ, അവർ കണ്ടില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക? ഈ അപാപ്പോ യോസ്തി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അവർക്ക് അവിടെ നിന്ന് പോകേണ്ടി വരും. എങ്കിൽ അവർ മാനസാന്തരപ്പെട്ടു എന്നിടത്തോളം നമുക്ക് പറയേണ്ടിയും വരുമല്ലോ. മാനസാന്തരപ്പെടണമെന്ന് നിർബന്ധമില്ല. കാരണം ഇവരുടെ കാപട്യം മറ്റുള്ളവർ കാണുന്നില്ലേ. ഇപ്പം ഇവർ കല്ലെറിയുകയെന്ന് വിചാരിക്കുക, ഈ ജനം കൂടുതൽ മറ്റു ജനങ്ങളും ഇല്ലേ, ഇവരെ കളിയാക്കുക, അല്ലെങ്കിൽ ഇവരെ അവർക്ക് പഠിച്ചാരാലോ, ഇവരൊക്കെ കല്ലെറിഞ്ഞിരിക്കുന്നത് ആരാത് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞാൽ അവർക്കൊരു നാണക്കേടിൻ്റെ ഒരു വശവും കൂടെ ഉണ്ടല്ലോ. മാനസാന്തരം മാത്രമാകണം നിർബന്ധമില്ല, നാണക്കേട് വരാതിരിക്കാനും ആകാം. അതെ. എന്തായാലും ഈ കഥ തികച്ചും വ്യത്യസ്തമായ ഒരു സംഭവ കഥയായിട്ടാണ് ഇത് വായിക്കുന്ന എന്നെപ്പോലെയുള്ളവർക്ക് അനുഭവപ്പെടുക എന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഇവിടെ മാനസാന്തരം തീരെയില്ല. ഇവിടെ ആരും മാനസാന്തരപ്പെടുന്നില്ല. ഫരിസേയ പ്രമുഖർ തീർത്തും മാനസാന്തരപ്പെടുന്നില്ല. അതോടൊപ്പം തന്നെ ആ സ്ത്രീയും മാനസാന്തരപ്പെടുന്നില്ല. അല്ല, അവളുടെ പാപം അദ്ദേഹം കഴുകി കളയുന്നില്ല. മഗ്ദലന മറിയത്തോട് ഈശോ വ്യക്തമായി പറയുന്നു, നിന്റെ പാപങ്ങൾ പുറത്തിരിക്കുന്നു. അങ്ങനെ ഒരു വാചകം ഇല്ല, നീ മേലാൽ പാപം ചെയ്യാതെ പോയിക്കോളൂ എന്ന് ഒരു സാമാന്യ മട്ടിൽ പറയുകയും അവൾ അവിടെ നിന്ന് ആഹ്ലാദിച്ചു. ഇതൊക്കെ എല്ലാ കാലത്തും ഉള്ളതാണല്ലോ ഈ സംഗതികളൊക്കെ. അത് നമുക്ക് തീർച്ചയായിട്ടും അതിന് മുമ്പുമുണ്ട് പിമ്പുമുണ്ട് എന്ന് പറയാൻ പറ്റിയല്ല. പക്ഷേ മഗ്ദലന മറിയത്തിന്റെ അടുത്ത് പറഞ്ഞ പോലെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിട്ടില്ല എന്ന് അവിടെ അങ്ങനെ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല എന്ന്. അതെ, പറഞ്ഞിട്ടില്ല. കാരണം അതുകൊണ്ട് അതൊരു ഓപ്പൺ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റിയില്ല. എന്തായാലും സാധാരണഗതി വെച്ച് നോക്കിയാൽ ഒരു മാനസാന്തരപ്പെടാനാണ് സാധ്യത എന്നാണ് ഭൂരിപക്ഷം ചിന്തിക്കുകയുള്ളതെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അവിടെ ജീവൻ രക്ഷിച്ച ഒരു സംഭവമില്ല, എന്നിട്ട് ക്രിസ്തു അവിടെ വിധിച്ചില്ല. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ഫെസിലിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് മാനസാന്തരത്തിന് അനുകൂലമായ സാഹചര്യം അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതെ, അത് നമുക്ക് സമ്മതിച്ച് കൊടുക്കാവുന്നതാണ്. എന്തായാലും ഒരു വ്യത്യസ്തമായ ഒരു സംഭവ കഥയാണ് നമ്മൾ ഇതിലൂടെ വായിച്ചത്. സാറ് പറഞ്ഞാൽ വേറൊരു ആംഗിളിൽ ഇതിനെ കാണാൻ പറ്റും, വേറൊരു കാഴ്ചപ്പാട് നമുക്ക് ഇവിടെ സാധ്യമാണ്. യോഹന്നാൻ പറഞ്ഞിരിക്കുന്ന അടുത്ത പോയിന്റിലേക്ക് വരും. ഇതിന് ശേഷമുള്ള ഭാഗമുണ്ട്, അവിടെ ക്രിസ്തു പറയുന്നത് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഈ പ്രകാശത്തിലേക്ക് ഒരാൾ വരണമെന്നുണ്ടെങ്കിൽ പാപത്തിൽ നിന്ന് മാറണം, ദൈവത്തിൻ്റെ കൃപ വരണം. ദൈവത്തിൻ്റെ കൃപയെ ജീവിക്കുന്നതാണ് പ്രകാശത്തിൽ ജീവിക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ പ്രകാശത്തിൽ ജീവിച്ചാൽ അവർ ഓൾറെഡി നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ഇറ്റേണൽ ലൈഫിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരതീയ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ സാത്യ ഗുണമുള്ളവരായി തീർന്നു കഴിഞ്ഞാൽ അവർ സ്വർഗത്തിൻ്റെ അതേ സന്തോഷത്തിലൂടെ ജീവിക്കും, സമാധാനത്തിൽ. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്താണ് യോഹന്നാൻ പോകുന്നത്. ആ രീതിയിൽ ഇതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് യോഹന്നാൻ പോകുന്നത്. അല്ല, ഇത് വേറെ രീതി നമുക്ക് വ്യാഖ്യാനിക്കാമെങ്കിലും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അതിൻ്റേതായ ലക്ഷ്യങ്ങളുണ്ട്. എന്തായാലും ഒരു വ്യത്യസ്തമായ ഒരു സംഭവ കഥയാണെന്നതിൽ യാതൊരു സംശയവുമില്ല. ഈശോ തൻ്റെ ബുദ്ധിയും ജ്ഞാനവും ഉപയോഗിച്ചുകൊണ്ടാണ് സ്വയം രക്ഷപ്പെടുകയും ആ സ്ത്രീയെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയല്ലേ? പാവമില്ലാത്തവൻ കല്ലെറിയുക എന്ന് പറയുന്നത് മറ്റേത് രീതി നോക്കിയാലും ട്രഡീഷണൽ രീതി നോക്കിയാലും വളരെ പ്രസക്തമാണല്ലോ. നമ്മൾ നമ്മുടെ ഈ തെറ്റുണ്ടായിരിക്കും മറ്റൊരു വിധിക്കാൻ പോകരുത്, നമ്മൾ നമ്മളിലേക്കാണ് ആദ്യം നോക്കേണ്ടത്. അതൊക്കെ പ്രസക്തമായ സത്യങ്ങളല്ലേ. തീർച്ചയായും. അപ്പോൾ നിങ്ങൾ അന്യരെ വിധിക്കരുത്, അപ്പോൾ നിങ്ങൾ വിധിക്കപ്പെടുകയില്ല. അത്തരം വചനങ്ങളൊക്കെ പിന്നീട് വരുന്നുമുണ്ടല്ലോ. ആയിക്കോട്ടെ. സാറ് പറഞ്ഞ പോലെ വേറൊരു ആംഗിളിൽ ഇതിനെ കാണാൻ പറ്റും. എഴുത്തിനെ നന്നായിട്ട് അങ്ങനെ വ്യാഖ്യാനം കൊടുക്കുകയാണ്, അതിനൊരു പ്രസക്തിയുണ്ട്, അതൊരു നല്ല കാഴ്ചപ്പാടാണ്. അപ്പോൾ നമ്മൾ ഒരു ശ്ലോകത്തോടു കൂടി ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു. അത് ഒരു രസകരമായ ഒരു ശ്ലോകമാണ്. ഇവിടെ അവർ
കയ്യിൽ നിന്ന് കല്ലുകൾ ഊർന്നു വീഴവേ അവിടെ നിന്ന് പോയി കളഞ്ഞു എന്ന് പറഞ്ഞുവല്ലോ. ദേവസ്യ സാറ് തുടർന്ന് കുറിക്കുന്ന ഒരു രസകരമായ ശ്ലോകമുണ്ട്. ഈ കൃതി തന്നെ എടുത്തു വെച്ചാൽ ഇത്രയും സരസമായ ഒരു ശ്ലോകം വേറെ ഇല്ല എന്ന് പറയാം. അല്ലെങ്കിൽ സംസ്കൃത സാഹിത്യത്തിൽ നിങ്ങൾ സരസമായ പദ്യങ്ങളുടെ ഒരു പട്ടിക എടുത്താൽ അതിൽ തീർച്ചയായും അന്തർഭവിക്കാവുന്ന ഒരു ശ്ലോകത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നമുക്കായി അതുല്യ ആലപിച്ചു തരും. പ്രസ്തരാന്യപതന്തോർഭ്യോ ഹൃദയേഭ്യശ്ച ധീരതാ ച്യുതോ ഭയഗുരുത്വാനാം ദ്രുതാതേഷാമഭൂത്ഗതിഃ. അച്ഛാ നോക്കൂ, ദേവസ്യ സാറ് ഒരു സരസമായ പദ്യത്തോടു കൂടിയാണ് ഈ സംഭവകഥ അവസാനിപ്പിക്കുന്നത്. പ്രസ്തരാഹ ന്യപതൻ ദൗർഭ്യോ ഹൃദയേഭ്യശ്ച ധീരതാം അച്യുതോഭയ ഗുരുത്വാനാം ദ്രുതാ തേഷാം അഭൂത് ഗതിഃ എന്ന്. ന്യപതൻ വീണു, അതാണ് ക്രിയാപദം. തേഷാം ദൗർഭ്യ പ്രസ്തരാഹ ന്യപതൻ, അവരുടെ കൈകളിൽ നിന്ന് കല്ലുകൾ വീണു. മറ്റൊന്നുകൂടി വീണുവത്രേ. ഹൃദയേഭ്യ ധീരതാച്ച, ഹൃദയങ്ങളിൽ നിന്ന് ധൈര്യവും ചോർന്നുപോയി, അതും താഴെ വീണു. അപ്പോൾ എന്താ സംഭവിച്ചത് എന്ന് ദേവസ്യ സാർ വളരെ സരസമായി നമ്മോട് പറയുന്നു. ച്യുതോഭയ ഗുരുത്വാനാം, ഇങ്ങനെ ഗുരുത്വമുള്ള രണ്ടു സംഗതികൾ വഴുതി വീണതിനാൽ തേഷാം ഗതി ദ്രുതതര അഭൂത്, അവർക്ക് വേഗത്തിൽ ഓടാൻ കഴിഞ്ഞു. അവരുടെ ഗതി ദ്രുതതരമായി തീർന്നു എന്ന് വെച്ചാൽ അവർക്ക് വേഗത്തിൽ അവിടെ നിന്ന് ഓടാൻ കഴിഞ്ഞുവെന്ന്. അപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് തിടുക്കപ്പെട്ട് അവർ ഓടിയത് കണ്ടിട്ട് അത് മനസ്സിൽ കണ്ടുകൊണ്ട് ദേവസ്യ സാർ പറയുകയാണ്, ഗുരുത്വമുള്ള രണ്ടു സംഗതികൾ താഴെ വീണതുകൊണ്ട് പിന്നെ ഒരു ഭാരമൊന്നുമില്ലല്ലോ, അപ്പോൾ അവർക്ക് വേഗത്തിൽ ഓടിപ്പോകാൻ കഴിഞ്ഞുവെന്ന്. എന്തൊക്കെയാണ് വീണത്? കൈകളിൽ നിന്ന് കല്ലുകളും വീണു, ഹൃദയത്തിൽ നിന്ന് ധൈര്യവും വീണു എന്ന്. ഇത് ഈ മഹാകവി എന്ന രീതിയിൽ നവരസങ്ങൾ വേണമല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കറിയാലോ, ക്രിസ്തുവിൻ്റെ ജീവചരിത്രം വെച്ച് നോക്കുമ്പോൾ തന്നെ ഒത്തിരി ഹാസ്യത്തിനുള്ള സ്കോപ്പില്ല, വകുപ്പില്ല അധികം. അപ്പം സാറ് കിട്ടിയ അവസരം നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഈ ക്രൈസ്തവ സാഹിത്യത്തിൽ ഇങ്ങനെ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ ഒരു നർമ്മം ആരും ചേർത്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അതെ. അപ്പോൾ ഈ കൃതിയെ മുൻനിർത്തിക്കൊണ്ട് അഭിപ്രായം പറഞ്ഞ ഏതാണ്ട് എല്ലാവരും തന്നെ ഈ ശ്ലോകം വിട്ടുപോയിട്ടില്ല, വിട്ടുപോകാൻ സാധ്യമല്ല. അത്രയ്ക്ക് മനോഹരമായ സരസപ്രധാനമായ കല്ലിന്റെ കാര്യം മാത്രമല്ല പറഞ്ഞത്, അത് നല്ല ഭാവനയല്ലേ. ആ കല്ലോടൊപ്പം ഹൃദയത്തിൽ നിന്ന് ധീരതയും ചോർന്നു. ധീരതയോടൊപ്പം ഭാരം കുറെ ഓടും എന്ന് പറഞ്ഞാൽ ഭയം കയറി അവൻ ഓട്ടം കൂടും. അങ്ങനെ അവർക്ക് വേഗത്തിൽ ഓടാൻ കഴിഞ്ഞു എന്നാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നല്ലൊരു സൈക്കോളജിസ്റ്റിന്റെ ഒരു മനഃശാസ്ത്രജ്ഞന്റെ നിരീക്ഷണം പോലെ നിരീക്ഷണമുണ്ട്, ഒരു ഹാസ്യകാരന്റെ നിരീക്ഷണമുണ്ട്. അതെ അതെ അതെ. അങ്ങനെ വെച്ചാൽ ഒട്ടേറെ നമുക്ക് വ്യാഖ്യാനിക്കാനുള്ള ഈ സാധ്യതകൾ നമുക്ക് നൽകുന്ന ഒരു അധ്യായമാണ് നമ്മൾ ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കിയത്. ഗണികാ വൃത്താന്തഃ എന്നാണ് ഇവിടെ ദേവസ്യ സാർ ഇതിന് നൽകിയിരിക്കുന്ന പേര്. എ വുമൺ കോട്ട് ഇൻ ദി ആക്ട് ഓഫ് അഡൾട്ടറി എന്നാണ് ഇംഗ്ലീഷിൽ ഈ അധ്യായത്തിന് നൽകിയിരിക്കുന്ന പേര്. ദേവസ്യ സാറ് ഇത് അവസാനിപ്പിച്ചത് ഒരു മനോഹരമായ ഒരു ശ്ലോകത്തോടു കൂടിയായിരുന്നുവല്ലോ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണാം. ഗുഡ്നസ് ടിവിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാട്സാപ്പിലൂടെ ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട നമ്പർ 9074576022.